ഡാ പട്ടിക്കുട്ടി, നീ എൻ്റെ മുമ്പിൽ ഇത് പൊക്ക. കുറേ നാളായി ഞാൻ നിനക്കിട്ട് ഒരെണ്ണം തരണം തരണം എന്ന് വെച്ചിട്ട് നീ മുതലാളീനെ കാണുമ്പോൾ അങ്ങോട്ട് വാലാട്ടി ഇങ്ങനെ നക്കി നക്കി സൂപ്പിച്ചിട്ട് നീ കളിക്കണം. മൂക്കുപൊടി വലിച്ചിട്ടാണോ ചാടണ? അവൻ്റെ ഞാൻ ഒരു മീൻ വറുത്തത് എടുത്തതിന് അവൻ മുതലാളീൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കൊടുത്തേക്ക് അത് ഓടിക്കോ നീ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, പെണ്ണിൻ്റെ പിന്നാലെ പോകരുത്, നീ കാശിൻ്റെ പിന്നാലെ പോകണം. ഇവിടെ ഒന്നും നിന്നിട്ട് കാര്യമില്ല, നീ അങ്ങ് യൂറോപ്പിൽ പോയിട്ട് മഞ്ഞിൽ കിടന്ന് പണിയെടുത്തിട്ട് കാശുണ്ടാക്കണം. അവൻ്റെ വാക്കും കേട്ട് ഞാൻ യൂറോപ്പിലെത്തിയപ്പോൾ കാശില്ല, പെണ്ണില്ല, കൂട്ടിനൊരാളുമില്ല. ഈ പറഞ്ഞവൻ പെണ്ണും കെട്ടി നാട്ടിൽ സെറ്റിലുമായി. മോളെ മുടിവിടടി, നീ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചു പോയി. അതാ ഞാൻ ഒന്നും ചെയ്യാത്തത്, ഇതൊക്കെ സഹിച്ച് കടിച്ച് നിൽക്കുന്നത്. എവിടെ അയാളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നമുക്കിപ്പോൾ കുട്ടി വേണ്ട, നമുക്ക് പതുക്കെ മതി. അപ്പം നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുക, എന്താ നിങ്ങൾക്ക് കുട്ടിയായില്ലേന്ന്. ഇപ്പോൾ ഒരാൾ ചോദിച്ചോരും കാണുന്നില്ല, പറഞ്ഞോരും കാണുന്നില്ല, ഞാൻ മാത്രം അനുഭവിക്കുക. എന്നിട്ട് എൻ്റെ ഭർത്താവ് എന്നോട് ഇപ്പോൾ വീണ്ടും വന്ന് ചോദിക്കുക, എല്ലാവരും വീണ്ടും ചോദിക്കുക, നിങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടി വേണ്ടതെന്ന്. ഇതന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല.